ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടേക്കെങ്കിലും ഇറങ്ങി പോകുമ്പോ വീട്ടിലുള്ളവരോടൊന്ന് പറഞ്ഞിട്ട് പോകണമെന്നുള്ള സാമാന്യ മര്യാദ പോലും അവൾ കാണിച്ചില്ലല്ലോ. ഈശ്വര, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതാ പറഞ്ഞത്, കുറെയൊക്കെ തൻ്റെ ഇടം നമ്മുടെ മോക്കുമുണ്ട്. ഗോപാൽ, എടുത്ത് ചാടി ഓരോന്നും അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അച്ഛനും അമ്മയും അനുഭവിക്കുകയും വേണം. ആ, ഞാൻ അവിടെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. നീ ഇതെവിടെ നടക്കുക? നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു നടപ്പിലാക്കുന്നു ഒക്കെ നീ തന്നെയാണോ? നീ കളക്ടറേറ്റിലേക്ക് എന്തിനാ പോയത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? രാജീവേട്ടന്റെ കൊച്ചിനെ വയറ്റിയിട്ടോണ്ട് വക്കീൽ നോട്ടീസ് ഒപ്പിട്ട് കൊടുത്ത് മറ്റൊരു കുടുംബശ്രീ ശാരദയെ ഇവിടെ കഴിയാനോ? രാജീവേട്ടനെ അറിഞ്ഞുകൊണ്ടാണോ ഈ നോട്ടീസ് അയച്ചെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് തോന്നി. ഞാൻ വിളിച്ച എടുക്കില്ല. ഇവളെ കൊണ്ടൊന്ന് വിളിപ്പിക്കാന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോ കൊച്ചമ്മയെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്ന കൽപ്പനയും കിട്ടി. അപ്പോഴേ എനിക്ക് എന്റെ കാര്യം മനസ്സിലായി. എന്റെ പ്രശ്നങ്ങളൊന്നും ഈ ജന്മത്തിൽ തീരില്ലെന്ന്. ശരീചി, ഒരു ഓഫീസിൽ ഒരാളെ കാണാൻ വരുന്നതിന് ഓരോ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ജില്ല ഭരിക്കുന്ന കളക്ടറെ. അതിപ്പോ അവിടെ വരുന്നവര് നോക്കുന്നില്ലെങ്കിൽ അവിടെ നിൽക്കുന്നവര് നോക്കും. അതില് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഓ, നീ ഇപ്പൊ വലിയ ജില്ലാ കളക്ടർ. മുഖം കാണിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവൂന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ആ വഴിക്ക് പോലും വരില്ലായിരുന്നു. എന്നെ നീ അവിടെ നിന്ന് ഇറക്കി വിട്ടതില് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോണം, നിനക്ക് ഈ പദവി കിട്ടാൻ വേണ്ടി ഞാൻ കൂടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടെന്ന്. എന്റെയും കൂടി വിയർപ്പാ നിന്റെ ഈ ജോലിയെന്ന് നീ മനസ്സിലാക്കണം. അടുക്കളയിൽ കിടന്ന് എന്റെ പഠിത്തം കൂടി കളഞ്ഞ് എന്റെ വിയർപ്പം ചിന്തിയിട്ടാ നിന്നെ പഠിപ്പിച്ചതെന്ന് നീ ഓർക്കണം. അതൊക്കെ നീ ഓർത്തിരുന്നെങ്കിൽ എന്നോട് ഇത്ര അഹങ്കാരം നീ കാണിക്കില്ലായിരുന്നു. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. ഞാൻ മാത്രമായിട്ട് എന്നെ ഇപ്പൊ നിങ്ങൾ തള്ളി പറയുന്നു. അപ്പോ എനിക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? എന്നെ നിങ്ങൾ ആരും നിങ്ങളുടെ നിഴൽ വെട്ടത്ത് പോലും നിർത്തത്തില്ലല്ലോ. കഴിയുമെങ്കിൽ രാജീവേട്ടനോടൊന്ന് സംസാരിക്കണം, ഒരു അവസാന ശ്രമം എന്ന നിലയില്. ഇല്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ശരി, മോളെ, അവൾ ആകെ തകർന്ന അവസ്ഥയില്ല. നമുക്കിനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? എല്ലാത്തിനും പിന്നിൽ ആ സ്ത്രീയാണമ്മേ. രാജീവ് സാറിനെ പറഞ്ഞു തിരിക്കുന്നതും അവരൊറ്റൊരുത്തിയ. ഞാൻ എന്തായാലും അവരെ ഒന്ന് കാണട്ടെ. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ അവരെ കൊണ്ട് മാത്രമേ നടക്കൂ. മോളെ, സൂക്ഷിക്കണം, അവരൊരു വിഷപ്പാമ്പാ. ആ വിഷം വലിച്ചെടുക്കാനുള്ള വിഷക്കല്ലും കൊണ്ടേ ഞാൻ അവിടെ പോവും.